ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ക്രിസ്പി ആയിട്ടുള്ള പപ്പട വടയാണ്. അപ്പം ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പടമാണ്. പപ്പടം ഒന്നായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ടും എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ബാറ്ററിന് വേണ്ടി 1 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം അരി നന്നായി കഴുകി 1 ടേബിൾ സ്പൂൺ ജീരകവും കൂട്ടി ഇതുപോലെ അരച്ചെടുക്കുക. ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അരി അരച്ചതിന് ശേഷം പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഈ മാവിലേക്ക് വേണ്ട ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പപ്പടവടയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ള്. അതൊരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ വല്ലാതെ കട്ടിയും വല്ലാതെ ലൂസും ആവരുത്. അല്ലാതെ കട്ടിയാവണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കൺസിസ്റ്റൻസിക്ക് ആക്കിയെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് ഇതിന് വേണ്ട എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പീസാക്കി വെച്ച പപ്പടം ഈ ബാറ്ററിൽ മുക്കി ഇതുപോലെ എണ്ണയിലേക്കിടാം. വല്ലാതെ കട്ടിയായിട്ട് മാവ് പപ്പടത്തിൻ്റെ മുകളിൽ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ കട്ടിയാവാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയുള്ളൂ പണി, നമ്മുടെ പപ്പടവട റെഡിയായി. വൈകുന്നേരം നല്ല ചൂട് ചായേൻ്റെ ഒക്കെ ഒപ്പം ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.